ചെയ്തിട്ടില്ല, നൗഷാദ് പ്രത്യേകിച്ചു. ഇനിയെങ്കിലും 17 ദിവസമുള്ള എക്സാമിന് എന്തെങ്കിലും ശ്രമിക്കല്ല. പിന്നെ നിങ്ങളെല്ലാരും ടീച്ചർ പറയണതോ ശ്രദ്ധിച്ച്. ഏറ്റവും ദേഷ്യമുണ്ടാകാൻ സാധ്യത ടീച്ചറാണ് ഞാൻ. സഹോദരങ്ങൾ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്, വേണ്ടി വന്നിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഇന്റർവെൽ സമയങ്ങളിൽ, ലഞ്ച് ബ്രേക്കിന്റെ സമയത്തൊന്നും ഒക്കെ നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ഞാൻ പറയല, പലർക്കും ഒരു ശല്യമായി തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം അതിന്റേതായ ദേഷ്യങ്ങളോട് ഉണ്ടാവാൻ സാധ്യത. കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഒരു ദേഷ്യപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ഥാപനത്തിനോടൊരു അപരാധം ഞാൻ ചെയ്തിരുന്നു. ക്ലാസ്സിൽ ഞാൻ പെണ്ണുമാതെ വിളിച്ചോണ്ട് കളിയാക്കി. അതുപോലെ അപ്പൊ തന്നെ മറന്നു. തമാശയിൽ പറഞ്ഞു പോയതാണ്. പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങിത്തരാം, അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അത്രകൾ എന്ത് പറയുന്നു, ബാക്കി ഈ ഒരു വർഷം 2 വർഷം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വന്നിട്ട് 6 വർഷം. എനിക്ക് നിങ്ങളെത്ര ഒരു അനുഭവം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ എല്ലാ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയാന്ന് വെച്ചാല്, നിങ്ങള് പഠിക്കാൻ കഴിയാത്ത ഒരൊറ്റ വ്യക്തികളും ഈ ക്ലാസ്സിൽ ഇല്ല എന്ന്. അപ്പൊ ആ കഴിവ് നിങ്ങൾ മുതലെടുത്തുകൊണ്ട് കൂടുതൽ വിജയിച്ച് അതിന്റെ ഇവിടെ ബാക്കിയുള്ള അധ്യാപകരെ എത്തിക്കുക എന്നുള്ള ഒരു കടമയാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടുള്ളത്. കാരണം കടമ ആയിട്ടല്ല, ഇതിന് ഇവിടെ ഈ പഠിച്ചിട്ടുള്ള ഓരോ വിദ്യാർത്ഥികളും അവരുടെ റിസൾട്ട് മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവും എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് കുറച്ചുണ്ടല്ലോ. ഇഞ്ഞോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മുന്നിൽ ആകെ കുറച്ച് ദിവസമാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നല്ല മാർക്കോടുകൂടി അവസാനം അറബി പാട്ട് പാടും. പാടി അമ്മനോട് പാടാൻ പറഞ്ഞേ. അമ്മേ പാടമ്മേ. അതാ പോവാ. കേറിയിട്ടല്ല ഇന്നറിയില്ലേ
കളിക്കുക, നന്നായിട്ട് കളിക്കുക. എന്നൊക്കെ പറഞ്ഞു പൊട്ടനാക്കാൻ എല്ലാ കാര്യങ്ങളും അതിന്റെ വിഭവത്തോട് മാത്രം വരവേൽക്കട്ടെ. ഇത്ര മാത്രമേ പറയാവൂ. ടോപ്പ് ഐഡിയ ബിരിയാണി തന്നതിനും രണ്ടാം വർഷങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി. സമയത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തതും ടൈമാണ്. കിട്ടുന്ന സമയം ഉപയോഗിച്ച് പഠിക്കുക. നാളെ എവിടെയെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സൗഹൃദം പുതുക്കാനും ശ്രമിക്കുക. പഠിച്ച് പാസ്സാവും. എന്തായാലും